ഈ രണ്ടാമത്തെ കക്ഷിയില്ലേ, രണ്ടാം ഭാര്യ, അവരുടെ അടുത്ത് സോളിഡ് പ്രൂഫ് ഉള്ളത് കൊണ്ടും നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടും അവരൊരു നല്ല വക്കീലിനെ വെച്ചാൽ മാത്രം മതി, അടപടല അവരടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അയ്യോ അച്ഛൻ, ഈ ബന്ധത്തിൽ 4 മക്കളുണ്ട്. അത് മനസ്സിലായി. ഇവിടെ 4 അവിടെ 1. അതാ ഞാൻ പറഞ്ഞത്. അവരൊന്ന് മനസ്സ് വെച്ചാല് അവര് മാത്രമാണ് ലീഗൽ ഭാര്യയെന്നും നിങ്ങളൊക്കെ സെക്കൻഡറി ആണെന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റും. അല്ല, അപ്പൊ ഈ 10 വർഷത്തിന് മേലെ ഒരുമിച്ച് ജീവിച്ചതും DNA ടെസ്റ്റും അതിലൊന്നും കാര്യമില്ലേ? 10 വർഷം ഒന്നിച്ച് ജീവിച്ചെങ്കിൽ അച്ഛന് കൊള്ള രേഖയൊന്നുമില്ലല്ലോ, തെളിവാണ് വേണ്ടത് ഇവിടെ. എടോ, ഒറ്റ കാര്യം കേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കുപ്പിയിലാക്കി പുള്ളി മരിച്ചു പോണതിന് മുമ്പ് ഉള്ളത് സ്വന്തം പേരിൽ എഴുതി മേടിക്കാമെന്നോ, അല്ലെ കണ്ണി കണ്ടുവരുകൊണ്ട് തിന്നു. ഇതൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇപ്പൊ വേറൊരു പരിപാടിയുണ്ട്. ഈ പട്ടി വൈക്കോലി കയറി കിടക്കുന്നത് കേട്ടിട്ടില്ലേ? തിന്നയില്ല തീറ്റിക്കയില്ല. ആ ഒരു പരിപാടി നമുക്ക് പിടിക്കാം. പക്ഷെ അതിലൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ സ്വത്ത് വന്ന് ചേരുമ്പോഴേക്കും കുറേ കാലതാമസം പിടിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കാലശേഷമൊക്കെ ആയി പോകും. കുഴപ്പമുണ്ടോ? അയ്യോ, ഞങ്ങളുടെ കാലശേഷം പിന്നെ സുപ്രീം കോടതി വരെ പോകും. ഇത് ആർക്കും കിട്ടാത്തൊരു പരിപാടിയാണേ. ഞങ്ങൾ എന്നാൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോയിട്ട് വരാം. മതി ആലോചിച്ചിട്ട് മതി. അച്ഛനൊന്ന് ആലോചിച്ചെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ല. ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ മറ്റേ പാർട്ടിൻ്റെ അടുത്ത് വരണമെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ അവരുടെ പേപ്പർ ഉണ്ടല്ലോ, ജയിക്കാൻ സൗകര്യം അതാണ് എനിക്ക്. പിന്നെ നിങ്ങളുടെ ഈ മൂവ്മെൻ്റ് അവരറിയാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പാറേപ്പറമ്പിലെ തോമാച്ചാനവൻ ജിബി ഇല്ലേ? ജിബി ഈ ജിബി ഇവൻ്റെ സ്വത്തിൻ്റെ മുന്തിയ പങ്കടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ നടത്തി. ഇത് കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ പെങ്ങളും ചേട്ടനും പറഞ്ഞു. ഇവനറിയാതെ അവരൊരു മറുവിളയെ വെച്ച്. ഇപ്പം എന്ത് പറ്റി? ജിബി മുഴുവൻ അവർക്ക് കിട്ടി. കുടുംബവും കലങ്ങി. നാട്ടുകാർ അറിഞ്ഞിട്ടില്ലെന്നുള്ളൂ. പിന്നെ അത് മനസ്സിൽ വെച്ചാൽ മതി ചേട്ടാ. പുറത്ത് ആരോടും പറയല്ലേ. നിങ്ങൾ ആയോണ്ട് അങ്ങ് ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രം. ഇതൊക്കെ അനുഭവം കൊണ്ട് പറയുന്നത്. ഇതുപോലെ അച്ഛന്മാർ പലയിടത്തും ചെന്ന് കയറിയതിൻ്റെ ഫയലുകളാണ് ഈ പുറകിലിരിക്കണം. ഇതിൽ കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല.